ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. എന്തായാലും വളരെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ എനിക്ക് ആവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ ലൈവുകളിലെല്ലാം ഒരുപാട് ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൃത്യവും വ്യക്തവുമായിട്ടൊരു ധാരണ ഈ വീഡിയോ കാണുന്ന ഈച്ച് ആൻഡ് എവരി ഒന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ കീമുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾക്കും അഡ്മിഷൻ കാര്യങ്ങൾക്കും ഒക്കെ ലൈവുകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്, നിങ്ങളെല്ലാം ഈ അലോട്ട്മെന്റ് പ്രൊസീജിയറിലൂടെ കടന്നുപോയി സെക്കൻഡ് അലോട്ട്മെന്റ് 31 വന്നു കഴിഞ്ഞാൽ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 30 വന്നു കഴിഞ്ഞാൽ 31 മുതൽ 5 വരെ നിങ്ങൾ എവിടേക്ക് പോവാണ്, കോളേജുകളിലേക്ക് പോവാണ്, അഡ്മിഷൻ എടുക്കാൻ പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും കരുതി വെക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ്, അത് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. അതിനാണ് ഈ വീഡിയോ. ഒട്ടും താമസിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ കടക്കാം. ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ആർക്കെങ്കിലും ഇതിലെ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ കീൻ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് 93ാമത്തെ പേജിൽ, ടോട്ടൽ 255 പേജ് ഉണ്ട്, 93ാമത്തെ പേജിൽ കറക്റ്റ് പറഞ്ഞാൽ 11.7 പോസ്റ്റ് അലോട്ട്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഏകദേശം ഒരു 10 സർട്ടിഫിക്കറ്റ് ഇവരിതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതെല്ലാം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്, പാരന്റ്സിന്റെ ചുമതലയാണ്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. എല്ലാവർക്കും ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകളുടെ 1-2 സെറ്റ് കോപ്പി കൂടി എടുത്തു വെച്ചിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കോളേജുകളിലേക്ക് പോകുമ്പോൾ അത് ആവശ്യമായിട്ട് വരും. ഈ പറയുന്ന ഡോക്യുമെന്റ്സിന് പുറമെ ജസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒരു സെറ്റ് ഫോട്ടോ കൂടി നിങ്ങൾ കരുതി വയ്ക്കുക. അതും ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഡോക്യുമെന്റ് TC ആണ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങൾ ഈ +2 കഴിഞ്ഞ് തന്നെ ലഭിച്ചിട്ടുണ്ടാകും, റിപ്പീറ്റർക്കും ഉണ്ടാകും, കുഴപ്പമില്ല. മറ്റൊന്ന് കോണ്ടന്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ എല്ലാവർക്കും എന്താണ് ആ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടി ഉണ്ടാകും. അല്ലാത്തവരാണെങ്കിലും അതിൽ വാലിഡിറ്റി 6 മാസമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തവരാണെങ്കിൽ അത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. വാലിഡിറ്റി ഇല്ലാത്തത് അവിടെ കോളേജിൽ നമുക്ക് പോകുമ്പോൾ അഡ്മിഷൻ സമയത്ത് പറ്റില്ല. ബട്ട് ചില കോളേജുകൾ അതിലൊരു കൺസെഷൻ തരും, കുഴപ്പമില്ല. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഓഫ് ക്വാളിഫയിങ് എക്സാം. അത് നിങ്ങളുടെ സ്റ്റേറ്റ് ബോർഡ് പഠിച്ചതാണെങ്കിൽ +2 ഒറിജിനൽ മാർക്ക് സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ +2 സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എല്ലാം ഒറിജിനൽ കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ICSE CBSE ആണെങ്കിൽ അവരുടെ ആ രീതിയിലുള്ള +2 സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെയും ഈ പറഞ്ഞ പോലെ കോപ്പി എടുത്ത് വെച്ചേക്കാൻ മറക്കരുത്. മറ്റൊന്നെന്ന് പറയുന്നത് നിങ്ങളുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. അത് മറ്റൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ CBSE ICSE ഒക്കെ പഠിച്ചവരാണെങ്കിൽ അവരുടെ ഈ രീതിയിലുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. നിങ്ങൾ തന്നെ കീം രജിസ്ട്രേഷൻ ചെയ്യാൻ സമയത്ത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് തന്നെ അറിയാം. അങ്ങനെയുള്ളവരാണെങ്കിൽ അതിന്റെ പകർപ്പ് കൂടി, അതിന്റെ ഒറിജിനലും അതിന്റെ സർട്ടിഫിക്കറ്റ് കൂടി എടുത്ത് വെച്ചേക്കാം. മറ്റൊന്ന് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. ഒരുപാട് ഡൗട്ടുകൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു മെഡിക്കൽ ഓഫീസറിന്റെ കയ്യിൽ നിന്ന് അറ്റസ്റ്റഡ് മേടിച്ച് ഡേറ്റ് ഇട്ട് നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും. അതിവിടെയും വാലിഡിറ്റി നോക്കുക. വാലിഡിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റിപ്പീറ്റേഴ്സ് ഒക്കെ പോകുമ്പോൾ ഒരു പുതിയ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കോളേജുകളിലേക്ക് പോകുമ്പോൾ. മറ്റൊന്ന് നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത നിങ്ങളുടെ ഫീസ് അടച്ചതിന്റെ റെസിപ്റ്റ്. ഇൻ കേസ് നിങ്ങൾക്ക് ആ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രൂഫ് നിങ്ങൾക്ക് എന്തായാലും കരുതിയിരിക്കണം. അതുകൂടാതെ അടുത്തതെന്ന് പറയുന്ന ഡേറ്റ ഷീറ്റ് ഓഫ് കീം 25 ആണ്. അപ്പോൾ അത് നിങ്ങളുടെ ഈ ഒരു കെയിം കാൻഡിഡേറ്റ് പോർട്ടലിൽ അപ്പിയർ ആകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കോപ്പി ഉൾപ്പെടെ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. അതിൽ എല്ലാവിധ ഡേറ്റകളും ഉണ്ടാവും. മറ്റൊന്ന് അലോട്ട്മെന്റ് മെമ്മോയാണ്. അലോട്ട്മെന്റ് മെമ്മോ ഞാൻ പറഞ്ഞു, ഫീസ് അടച്ചതിന് ശേഷം എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ കിട്ടിയ കോളേജൊക്കെ മതി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അലോട്ട്മെന്റ് മെമ്മോ മതി. വേറെ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും അതിലുണ്ടാവാൻ പോകുന്നില്ല. മറ്റൊന്നെന്ന് പറയുന്നത് എനി അതർ ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഇൻ ദി അലോട്ട്മെന്റ് മെമ്മോയിൽ നോട്ടിഫിക്കേഷൻസിലും വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ കീം രജിസ്ട്രേഷൻ സമയത്ത്, ഓപ്ഷൻ രജിസ്ട്രേഷൻ അല്ല, കീം ആദ്യം നിങ്ങൾ പരീക്ഷയ്ക്ക് കൊടുക്കാൻ നേരത്ത് കുറേ ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ കൊടുത്തല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളായിരിക്കും, അതുമല്ല എങ്കിൽ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെല്ലാം തെളിവുകളായിട്ട് നിങ്ങൾ നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ്, OBCയുടെ വേറെ ചില സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, ഇൻകം, കാസ്റ്റ്, അങ്ങനെ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ആ രജിസ്ട്രേഷൻ സമയത്ത്, കീമിന്റെ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്തത്. അതിന്റെ
പകർപ്പ്, അതിൻ്റെ ആ ഡോക്യുമെന്റ്സ് കൂടി നിങ്ങൾ കയ്യിൽ കരുതി വെക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുക. ഇതിൽ ഏതെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കരുതി വെച്ചിട്ട് വേണം നിങ്ങൾ കോളേജുകളിലേക്ക്, ഇതാ സമയം അടുത്ത് കഴിഞ്ഞു, സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾ കോളേജുകളിലേക്ക് പോയി അഡ്മിഷൻ എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഫോട്ടോയൊക്കെ കൃത്യമായിട്ട് കരുതി വെക്കുക. ഇതിന്റെ കോപ്പി അവസാനം എടുത്തു വെക്കാൻ വേണ്ടി നിൽക്കേണ്ട, ഇപ്പോഴേ ഒന്ന് എടുത്ത് വെച്ചേക്കുക. കൃത്യമായിട്ട് ഫയലുകളിലാക്കി കോളേജുകളിൽ പോയി നിങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റുകളിലേക്ക് അഡ്മിഷൻ എടുക്കാം. ഹയർ ഓപ്ഷൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് തന്നെ പോയി വേണ്ടി വരും. കാത്തിരിക്കാം. ഏറ്റവും പുതിയ വാർത്തകൾക്കും വീഡിയോകൾക്കുമായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും.